കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴയും കാറ്റും. മിഠായി തെരുവിൽ കടകളുടെ മേൽക്കൂര പറന്നുപോയി. പലയിടത്തും വെള്ളക്കെട്ടും രൂക്ഷമായി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയാണ് നേരിടുന്നത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഈ ഒരു ശക്തമായ മഴയും കാറ്റുമുണ്ട് എന്നതാണ് വിവരം. എന്താണ് നിലവിലെ സാഹചര്യം? കോഴിക്കോട് രാവിലെ മുതൽ തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. ശക്തമായ രീതിയിൽ മഴ ഇപ്പോഴും തുടരുകയാണ്. മഴ മാത്രമല്ല, കനത്ത കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടേണ്ടി വരുന്നത്. ഈ മഴ നിൽക്കാത്തത് കൊണ്ട് തന്നെ കോഴിക്കോട് നഗരത്തിൽ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട്. അതിനിടെ ഈ കനത്ത കാറ്റ് ഉണ്ടായതിനെ തുടർന്ന് മിഠായി തെരുവിൽ LIC ജംഗ്ഷനിലെ ചില കടകളുടെ മേൽക്കൂര പാറിപ്പോയിട്ടുണ്ട്. അത് മേൽക്കൂര എന്ന് പറയുമ്പോൾ ഷീറ്റ് പാകിയ മേൽക്കൂരയാണ്. ഈ ഷെഡ് പോലെ നിർമ്മിച്ച കടകളുടെ മേൽക്കൂരകളാണ് ഇത്തരത്തിൽ പാറിപ്പോയിട്ടുള്ളത്. അത് പിന്നീട് ശരിയാക്കാനുള്ള ശ്രമമൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ ഈ കോഴിക്കോട് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂക്ഷമായത് ഇരുചക്ര വാഹന യാത്രികരെ അടക്കം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ കനത്ത കാറ്റ് അനുഭവപ്പെടുന്നത് അതൊക്കെ വലിയൊരു ദുരിതമാണ് ഈ വാഹന കാൽനട യാത്രികരെ സംബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോടിന്റെ ചുമതലയുള്ള മന്ത്രി, റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിട്ട് കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്നിരുന്നു. അന്നത്തെ യോഗത്തിൽ മാധ്യമങ്ങളടക്കം ഉന്നയിച്ച ഒരു വിമർശനം എന്ന് പറയുന്നത് ഇത്തവണ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തിൽ പലയിടത്തും ഓടകളുടെ ശുചീകരണം നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. അത് ശരിവെക്കുന്ന വിധത്തിലാണ്, ആ വിമർശനം ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യമുള്ളത്. പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ ഇതുവരെ കോഴിക്കോട് ബീച്ച് ഭാഗത്തെ റോഡുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അതുണ്ട് എന്നുള്ളതാണ്. അത് കാരണം വാഹനങ്ങൾക്കൊന്നും കാര്യമായി കടന്നു പോകാനാവാത്ത ഒരു സ്ഥിതി സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. കോഴിക്കോടിന്റെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും എല്ലാം തന്നെ ശക്തമായ കാറ്റ് വീശി, മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റ് വീശുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് നഗരത്തിലും കാറ്റുണ്ട്. കോഴിക്കോട് നഗരത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളക്കെട്ടുകളാണ്. ഏതായാലും കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴയും കാറ്റുമാണ് ഉള്ളത്. മിഠായി തെരുവിൽ കടകളുടെ മേൽക്കൂരയടക്കം പറന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലയിടത്തും വെള്ളക്കെട്ടും രൂക്ഷമായി തന്നെ തുടരുകയാണ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.